ഹലോ, നമുക്കിന്ന് ഫുൾ ഗാർഡൻ സെറ്റിംഗ് കണ്ടാലോ? മുംബൈയിൽ ബാൽക്കണി സ്പേസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്കാണ് കേട്ടോ. ഞങ്ങളിവിടെ വന്ന് കണ്ട് ഞങ്ങളെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തൊരു പോയിൻറ്റും ഈ ബാൽക്കണി തന്നെയായിരുന്നു. കൂടാതെ ഇവിടുത്തെ താമസിച്ചുകൊണ്ടിരുന്ന ഓണർ എന്ന് പറയുന്നത് ഒരു ടീച്ചറായിരുന്നു. ഞാൻ പൊതുവേ കണ്ടിട്ടുള്ള ഒരു സ്വഭാവമാണ്, ടീച്ചർമാർക്ക് ഈ ഗാർഡനിങ്ങിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാകും. കാരണം എൻ്റെ മാമിയാണെങ്കിലും എൻ്റെ ഗിരിജാമ്മയാണെങ്കിലും രണ്ടും ടീച്ചേഴ്സായിരുന്നു. അവരൊക്കെ വീട്ടിൽ പോകുമ്പോൾ അവർ ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാം നല്ല രസമായിട്ട്. അപ്പോൾ ടീച്ചേഴ്സിന് പൊതുവേ ഇതിനോടൊരു താല്പര്യം ഉണ്ടെന്ന്. എന്നാൽ നേരെ തിരിച്ചാണ് എൻ്റെ കാര്യം. ഞാനും ടീച്ചറാണ്, പക്ഷേ എനിക്ക് താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ അതിനൊരു സാഹചര്യം വരാത്തത് കൊണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് പെറ്റ്സിനെ വളർത്താം എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തിയപ്പോൾ പിന്നീട് അതിലുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടും, പിന്നെ അനീഷിന് ഓൾറെഡി ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ട്. അനീഷിൻ്റെ പെറ്റിനെ വളർത്തി അതിനെന്തോ അസുഖം വരികയും പിന്നെ അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തായിരുന്നു. പക്ഷേ അനീഷിന് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. അതുകൊണ്ട് പുതിയ ഒരെണ്ണത്തിനെ വളർത്താനുള്ളൊരു എന്താ പറയുന്ന ഒരു മൈൻഡ് സെറ്റ് അനീഷിന് ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് വളർത്താൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നമ്മൾ കാണുന്ന ഒത്തിരി ഡിഫിക്കൽട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും നാട്ടിൽ പോകുന്ന ഒരാളാണ്, അനീഷും എവിടെയെങ്കിലുമൊക്കെ പോകുന്ന ആളാണ്. അപ്പം നമ്മൾ വേറൊരാളെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നെ നമ്മളെ കാണാതെ അത് ആഹാരം കഴിക്കില്ല, അതിന് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പം ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് ആലോചിച്ചപ്പോൾ എന്നാൽ പിന്നെ നമുക്കത് വേണ്ട. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് ചെടി വളർത്താം. ഞാൻ ഇതിനോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കുള്ള സമയത്ത് എനിക്കൊരു കമ്പനി എന്ന് പറയുന്നത് തന്നെ ഈ നമ്മുടെ ചെടികളാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വന്ന് അങ്ങോട്ട് ആ സ്പേസിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കുമെന്ന് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ പ്രാവശ്യം വീട് കൺജസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ അധികം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മളത് ചെയ്തായിരുന്നു. ലാസ്റ്റ് നമുക്കത് തന്നെ എന്താ പറയുന്നത്, അവർക്കുള്ള അതായത് ഓണേഴ്സിനൊന്നും വലിയ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഓൾറെഡി അവർ അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നതിലൊരു മടിയില്ലായിരുന്നു കേട്ടോ. അപ്പം ഉള്ള ആൾക്കാരെ അവർ ആദ്യം സംരക്ഷിച്ചിരുന്നു. പിന്നീട് അവർക്ക് അതിനുള്ള സമയം കിട്ടിയില്ലെന്നുള്ളത് നമുക്ക് അവരുടെ ഇതിൽ നിന്ന് തന്നെ അറിയാം. ചെടിയെല്ലാം നന്നായി വളരുന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ളൊരു പ്രോപ്പർ കെയർ അവർ കൊടുത്തിട്ടില്ല. അത് ഈ ആർക്കിയ പ്ലാന്റിൻ്റെ ലീവ്സ് കണ്ടാൽ തന്നെ അറിയാം. ഞാനതെല്ലാം വെട്ടി എല്ലാം കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ അത് ഭയങ്കരമായിട്ട് വളരാനും തുടങ്ങി കേട്ടോ. അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇവൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഐഡിയ ഉണ്ട്. കണി ഇതിനെപ്പറ്റി നല്ല ഐഡിയ ഉള്ള ഒരാളാണ് കേട്ടോ. കണിയേക്കാളും കൂടുതൽ അമ്മയ്ക്കാണ് ഐഡിയ. ജയാമ്മയ്ക്കാണ്, കണിയുടെ അമ്മയ്ക്കാണ് നല്ല ഐഡിയാസ് ഉള്ളത്. അമ്മ വീടിനെ, അതായത് കൊറോണ സമയത്തായിരുന്നു വീടിൻ്റെ പാല് കാച്ച്. ആ ടൈമിൽ ഞാൻ വീട് കണ്ടിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ വീട് കണ്ടിട്ടുണ്ട്. ആ വീട് ഇങ്ങനെ മാറിയത് എങ്ങനെയാണെന്ന് അതായത് അമ്മ വലിയ കോസ്റ്റ്ലി പ്ലാൻസോ, ഞാൻ ഇതുവരെ അവിടെ വലിയ കോസ്റ്റ്ലി പ്ലാൻസോ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ സാധാരണ ചെടികൾ കൊണ്ട് പോലും വീടിനെ നല്ല അടിപൊളിയാക്കാവുന്ന അമ്മ അത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പോയൊരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ പോകുമ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ അമ്മ അതിൻ്റെ ടിപ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട്. നാട്ടിൽ പോകുമ്പോൾ ഇനി ഇരട്ടുവട്ടെ പോകുന്ന സമയത്ത് നമുക്ക് ആ വീഡിയോ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ അരക്ക പ്ലാന്റും എല്ലാ പ്ലാന്റ്സും ഇങ്ങനെ റീസെറ്റ് ചെയ്തു. എല്ലാം അത്യാവശ്യം എല്ലാം റീപ്ലാന്റ് ചെയ്ത് അതിൽ കുറച്ച് വളമൊക്കെ ഇട്ടാണ് നമ്മൾ എല്ലാം അവിടെ വെച്ചിരുന്നത്. കുറേ മണി പ്ലാന്റ് ഉണ്ട്, അതും ഒക്കെ പ്രോപ്പറായിട്ടൊന്ന് അറേഞ്ച് ചെയ്യണം. ആദ്യം ഞാൻ വിചാരിച്ചു ഈ ബാൽക്കണിയിൽ അപ്പടി മഡ് സ്റ്റെയിൻസ് ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത്. അപ്പം ഞാനിതെല്ലാം കഴുകി വൃത്തിയാക്കുകയാണ്. അപ്പം ഇതിൽ മഡ് സ്റ്റെയിൻ പോകാൻ ഏറ്റവും നല്ല വഴി നമ്മുടെ ടോയ്ലറ്റ് ക്ലീനറില്ലേ, ഇനിയിപ്പോൾ ഹാർപ്പിക്കാണെങ്കിലും ഡൊമെക്സ് ആണെങ്കിലും ഒക്കെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം അങ്ങനെ അത് വിടുക. ഒരു 10-15 മിനിറ്റ്, അല്ലെങ്കിൽ അത്രയും 10 മിനിറ്റ് വിട്ടാൽ മതി, 10 to 15 മിനിറ്റ് ഇടയ്ക്ക് വിട്ടാൽ മതി. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സ്റ്റെയിൻ പോകും കേട്ടോ. സ്റ്റെയിൻ നല്ല അടിപൊളിയായിട്ട് പോകും. പക്ഷേ എനിക്കിവിടെ ഞാൻ ഒത്തിരി ഉരച്ചിട്ടും ആ കോർണറിലെ സ്റ്റെയിൻ പോകുന്നില്ലായിരുന്നു. കാരണം അവർ വർഷങ്ങളായിട്ട് പ്ലാന്റ് അനക്കാതിരിക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴുകുന്നത് നല്ലതാണ്. നമ്മൾ ഇതുപോലുള്ള ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും ഒന്ന് കഴുകുന്നത് നല്ലതാണ്. പക്ഷേ അവർ അത് കഴുകാത്തത് കൊണ്ടും അവിടെ ഇങ്ങനെ ആ
പോട്ട് അങ്ങനെ ഇരുന്ന് അത് ഭയങ്കര ഒരു സ്റ്റെയിൻ. എന്നാലും അത്യാവശ്യം നന്നായിട്ട് കറ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മളിതുപോലെ എല്ലാം ചെയ്ത് കറയൊക്കെ എല്ലാം കളഞ്ഞിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ബ്രഷ് ഇട്ട് ഒരച്ച് ഞാൻ അവിടെ എല്ലാം കണ്ടോ. ഇപ്പോൾ കണ്ടോ ആ കോർണറിൽ അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. പക്ഷേ ചില സ്റ്റെയിനൊന്നും നമുക്ക് കളയാൻ പറ്റിയില്ല, അതുകൊണ്ട് മാത്രമാണ് അത് അവിടെ അങ്ങനെ ഇരുന്നത്. പിന്നീട് നമ്മൾ ഈ ഗ്രാസ് മാറ്റ് ഓൾറെഡി ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഐറ്റമായിരുന്നു കേട്ടോ. ഇതിൽ അപ്പിടി ഉറുമ്പും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം അപ്പുറത്തെ ബാൽക്കണിയിൽ ഇത് ചുരുട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളത് രാവിലെ എടുത്ത് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ മറന്നുപോയി. കാരണം നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണല്ലോ വീഡിയോ എടുക്കണമെന്നുള്ള കാര്യം പെട്ടെന്ന് ഓർത്തത്. പിന്നെ നമ്മൾ ആ ഗ്രാസ് മാറ്റയിൽ അപ്പിടി ഹിറ്റും അടിച്ചൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് തൂത്തുവാരി ക്ലീൻ ചെയ്തെടുത്തായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് അത് ക്ലീൻ ചെയ്തെടുത്തു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും അത് സെറ്റായി, അതെല്ലാം ക്ലീനായി പ്രോപ്പറായപ്പോഴത്തേക്കും. അങ്ങനെ കുറച്ച് നേരമൊക്കെ അപ്പുറത്തെ ബാൽക്കണിയിൽ വെയിലൊക്കെ കൊള്ളിച്ച് എല്ലാം റെഡിയാക്കി എടുത്തു. അങ്ങനെ അത് വിരിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ഇതെല്ലാം, അതായത് എല്ലാം എടുത്ത് വെക്കണം. അതുപോലെ തന്നെ ഈ ഊഞ്ഞാലും ആക്ച്വലി ഞങ്ങളിത് ഡിസ്പോസ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. കാരണം ഊഞ്ഞാൽ നമുക്കിതിൽ തൂക്കാൻ ഇടവില്ല. അന്നോട്ട് എന്താ പറയുന്നത്, അത് വെക്കാനും അത് സ്ഥലമില്ല. നല്ല അത്യാവശ്യം വലിയ ഊഞ്ഞാലാണ്. കാരണം എനിക്ക് തോന്നുന്ന ഇതിൻ്റെ മുകളിൽ ഷീറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. അവിടെ ആയിരുന്നു ഈ ഊഞ്ഞാലിൻ്റെ കൊളുത്ത് വരുന്നത്. പക്ഷേ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കരമായിട്ട് തുരുമ്പെടുക്കാൻ തുടങ്ങിയപ്പോൾ അവരത് മാറ്റിയതാണ്. പിന്നെ വെയിറ്റ് ഉള്ള ആൾക്കാർക്കൊന്നും അതിൽ കയറിയിരിക്കാനൊന്നും പറ്റില്ല. സോ അതുകൊണ്ട് നമ്മൾ അതൊന്നും എടുത്ത് താഴോട്ട് വെച്ചതേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളതെടുത്ത് അപ്പുറത്തെ ബാൽക്കണിയിൽ സെറ്റ് ചെയ്തു. അതാ ഞാൻ പറഞ്ഞ അപ്പുറത്തെ ബാൽക്കണിയിലും ഇതുപോലെ സെറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ അവിടെ വെച്ചായിരുന്നു നമ്മൾ ഒതുക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അനീഷും ഞാനും കുറേയൊക്കെ ചെടിയുടെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ എന്താ പറയുന്നത്, ഈ ഒരു സ്പേസിലെല്ലാം കൂടെ കൊള്ളിക്കണമല്ലോ. അപ്പം ഞാനും അനീഷും കുറേയൊക്കെ ചെടികളെല്ലാം കട്ട് ചെയ്ത് ഒതുക്കി. ഇത് ഞങ്ങൾ പിറ്റേ ദിവസം പോയിട്ട് കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ എക്സ്ട്രാ മേടിച്ചിട്ട് വന്നിട്ട് ഞങ്ങളുടെ ചെമ്പരത്തി അവിടെ നിന്ന് വന്നപ്പോൾ വാടിപ്പോയി. സോ ആ ചെമ്പരത്തി ഞങ്ങൾ റീപ്ലാന്റ് ചെയ്തപ്പോഴാണ് ഞാൻ അറിയുന്നത് ചെമ്പരത്തിക്ക് നല്ല മണ്ണും വെയിലും വേണം. വെയിലില്ലെങ്കിലും കുഴപ്പമില്ല, മണ്ണ് നന്നായി വേണമെന്ന് അവൾ പറഞ്ഞത്. സോ അപ്പോൾ അവിടെ ഖാലിയായിട്ടൊരു ബക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു, അതിലാണ് ഞങ്ങൾ വെച്ചത്. അത്യാവശ്യം ഒരു വലിയ പ്ലാന്റ് തന്നെ ആയിരുന്നു അത് ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്നപ്പോഴേ. പിന്നെ ഞങ്ങളുടെ ശംഖുപുഷ്പം വാടിപ്പോയിട്ടുണ്ടായിരുന്നു, അതും നമ്മൾ ഇതിനെ കൂടുതൽ തന്നെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അനീഷിൻ്റെ ഫേവറേറ്റാണ് വെള്ള റോസ. അത് ഇഷ്ടം പോലെ പൂക്കും. ഞങ്ങളുടെ കയ്യിൽ മറ്റേ റെഡ് റോസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അത് വാടിപ്പോകുന്നുണ്ട്. ഞങ്ങളുടെ ചില പ്ലാന്റ്സ് നല്ലോണം പൂ വെക്കും, പിന്നെ അങ്ങ് വാടിപ്പോകും. എന്താണെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഒരു സങ്കടമാണ് അത് വാടിപ്പോകുന്നത് കാണാൻ. നമ്മൾ എന്ത് ചെയ്താലും അതൊട്ട് തിരിച്ചതിൻ്റെ പഴയ ജീവൻ അതിന് കിട്ടുമെന്ന് പോലും ചില സമയം കിട്ടാറ് പോലും ഇല്ല. ഞങ്ങളുടെ ഈ വെള്ള റോസ നന്നായിട്ട് വാടിപ്പോയത്. ആ സമയം അനീഷ് എന്തൊക്കെയോ ചെയ്താണ് പിന്നെ അത് വീണ്ടും ഇതായി വന്നത്, ആരോഗ്യത്തിൽ വന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് ചെടിയുടെ കുറച്ച് വളമൊക്കെ ഇട്ട് അത് നന്നായിട്ട് മണ്ണ് നിറച്ച് ഇഷ്ടം പോലെ മണ്ണ് നിറച്ചിട്ടുണ്ട്. മണ്ണിന് ഒരു കുറവും ഞങ്ങൾ വരുത്തില്ല. ഇഷ്ടം പോലെ മണ്ണ് നിറച്ചായിരുന്നു ഞങ്ങൾ ഇത് ചെയ്തത്. പിന്നെ അതിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൽ പൂ വിരിയണം എന്നുള്ളത് ഞങ്ങളുടെ വലിയ ആഗ്രഹം. ഇതുവരെ ഞങ്ങളുടെ മറ്റേത് കൊണ്ട് വെച്ചിട്ട് അത് നന്നായി വളരുന്നുണ്ടായിരുന്നു, പക്ഷെ അതിൽ പൂക്കളൊന്നും ഇല്ലായിരുന്നു. ഇതും അത്യാവശ്യം താങ്ങ് കൊടുത്ത് നിർത്തണം, കാരണം ഭയങ്കര നീളമുള്ളൊരു ചെടിയായിരുന്നു ഇത്. അതുകൊണ്ട് ഞങ്ങളിവിടെ ഇരുന്ന ഒരു കമ്പിയൊക്കെ കുത്തി വെച്ച് അതിനെ ഇവിടെ കുറേ ഇങ്ങനത്തെ കമ്പി ഇരിപ്പുണ്ടായിരുന്നു. അതങ്ങനെ ശംഖുപുഷ്പത്തിലും അതിലും ഇതിലുമൊക്കെ ഇങ്ങനെ താങ്ങായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, അടിപൊളി മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴയൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് ഞങ്ങളിതെല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ കൊണ്ടുവന്ന ഒരു തുളസിയായിരുന്നു. ആ തുളസിയും ഞങ്ങൾക്കൊരു എന്താ പറയുന്നത്, എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു, പക്ഷേ കണിയാണ് പറഞ്ഞത് എടി തുളസി ഇങ്ങനെ നടുക്ക് വെക്കും, കാരണം വെക്കാൻ സ്ഥലമില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ അതുപോലൊരു പോട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു, അത് കമത്തി വെച്ചത് ഒരു തുളസിത്തറയാക്കി ഞാൻ മാറ്റുകയും ചെയ്തു പെട്ടെന്ന്. അത് പാവലാണോ കോവലാണോ എന്നൊന്നും അറിയത്തില്ല, അങ്ങനൊരു ഐറ്റം കൂടെ അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാം. ഇനിയും ചെടി വാടാതിരിക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. അപ്പോൾ ഇതാണ്